ഗുഡ് മോർണിംഗ് മാമ. മാമ ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. എന്തു പറ്റിയോ അമ്മ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട്. തരാൻ പറ്റുമോ? ഇല്ല അമ്മ, പൈസ ആയിട്ടൊന്നും തരാനൊന്നും പറ്റൂല. പറ്റൂലല്ലോ. എന്നാ അറിയിപ്പിക്കാം. ഞാൻ ഉപദേശിക്കാമോ? ഡേയ്, ഞാനൊരു റിട്ടയർഡ് എയർ മാർഷലാണ് കേട്ടാ. എന്റെ കളിപ്പിള്ളയൊന്നുമല്ല, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മാമനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല മാമ. പക്ഷെ മാമനെ കുറിച്ച് ഞാൻ എല്ലാവരും പറയാറുണ്ട്. മാമ എനിക്ക് അഭിമാനമാണ് അമ്മ. ശരിക്കും? സത്യം. നീ എന്നെ പറ്റി എന്താണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? മാമൻ പണ്ട് ബോംബിട്ട കേസും വിമാനം പറത്തിയ കേസും അതൊക്കെ ഭയങ്കര അഭിമാനമാണ് മാമ. അല്ല, എന്റെ കഥകളെ കേട്ട എല്ലാവർക്കും എന്നെ പറ്റി ഭയങ്കര അഭിമാനമായിരിക്കുമല്ലേ? അല്ല, നീ ആരോടാണ് എന്നെ കുറിച്ചൊക്കെ പറയുന്നത്? നമ്മളെ അഞ്ചു, കിഞ്ചു, മഞ്ജു. അല്ല, ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണല്ലേ? അയ്യോ, എന്റെ ഫ്രണ്ട്സ് ഒന്നും അല്ല. പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിരീട്ട് പിള്ളേരെ. കിരീട്ട് പിള്ളേരാ? അല്ല, ഈ കൊച്ചു പിള്ളേർക്കും എന്റെ കഥകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. സത്യമാമ. മാമനൊരു കാര്യം അറിയാമോ? ഞാൻ മാമന്റെ വലിയൊരു ഫാനാണ്. ശരിക്കും? എന്റെ പേഴ്സിലെ മാമന്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നീ ആള് കൊള്ളാ കേട്ടടേ. രോമാഞ്ചം. കൊള്ളാം, നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടോ. താങ്ക് യു. അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ കുറെ സർവീസ് കഥകൾ നിനക്ക് പറഞ്ഞു എല്ലാവരും പറഞ്ഞു കിടക്കല്ല. അയ്യേ, അത് വേണ്ട, സുമേഷിനെ വിളിച്ചാൽ മതി. അയ്യെന്നാ? അപ്പൊ നീ ഇത്രയും നേരം എന്നെ പതപ്പിച്ചാണല്ലേ? അല്ല എണീക്കടാ. മനസ്സിലായി? എണീക്ക്. സുമേ, ഇനി മേലാ നിന്നെ പരിസരത്തേക്ക് പൊക്കണം. സുമേ, കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. സുമേ. എന്താടാ? എന്റെ പൊന്നളിയാ. എടാ, നീ എന്തിനാ വന്നേ? ഞാൻ എന്തിനാ വന്നേ? അച്ഛൻ നിന്റെ അടുത്ത് വല്ല വീരകഥം പറഞ്ഞോ? പറഞ്ഞായിരുന്നു. നീ എന്താ പറഞ്ഞു തിരിച്ച്? ഞാൻ ഫാനാണെന്ന് പറഞ്ഞു. പട വീട്ടിൽ എടാ, നിനക്ക് ഗുണമുള്ള കാര്യം. ഗുണമുള്ള ഓ, ഇങ്ങോട്ട് വന്നാ ശരിക്കും? എന്ത് ഗുണമുള്ള കാര്യം? ആരും അറിയണ്ട, അങ്ങോട്ട് വാ. രഹസ്യമാണ് അളിയാ. നീ എവിടാടാ വലിച്ചെടുത്തോണ്ട് പോന്നെ? ഒന്ന് പറ. എന്താ? ഒരു കോളുണ്ട്. അതെല്ലാം നീ നേരത്തെ പറഞ്ഞ എന്ത് കോളാന്ന് പറ. എന്റെ പൊന്നളിയാ, എന്റെ കൂട്ടാന്റെ കല്യാണം. എന്റെ പൊന്നരണേഷെ വിളിക്കാതെ കല്യാണത്തിന് പോകുന്ന പരിപാടി സുമേഷ് നിർത്തി. എന്റെ പൊന്നളിയാ, അതല്ല, കല്യാണം ചെറുക്കനെ മേക്കപ്പ് ചെയ്യണം. എന്നാ വല്ല ബ്യൂട്ടി പാർലറും കൊണ്ടുപോയി പോരെ? അതിനല്ലേ ഇവിടെ. ഇത് വീടല്ലേ? ഇത് ബ്യൂട്ടി പാർലറാണോ? നിന്റെ ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? അതിന് ചേച്ചിക്ക് വല്ല വർക്കും കൊടുത്തു കഴിഞ്ഞാൽ വലിയ ചില്ലറ നമുക്ക് മേടിച്ചൂടെ? അത് ശരി തന്നെ. എത്ര രൂപയുടെ വർക്ക്? 1000 രൂപയുടെ വർക്കോ? അളിയാ, 10,000 രൂപയുടെ വർക്ക്. 10,000 രൂപയുടെ വർക്കോ? ഓ, ഞാൻ ചേച്ചിയുടെ എന്തിനു കളി വിളിക്കണം? എടാ, അവളെ വിളിച്ച് ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് 100 രൂപ 50 രൂപ തരൂല. മൊത്തം എടുത്തോണ്ട് പോകും. തരൂല? തരൂല. എന്ത് ചെയ്യും? എന്തെന്ന് വെച്ചാല് ഈ മേക്കപ്പ് വർക്ക് ഞാനങ്ങ് ചെയ്യാം. ഈ മേക്കപ്പ് വർക്ക് ഞാൻ ചെയ്യാം. നിനക്ക് വല്ല അറിയാമോ? എടാ, ലിപ്സ്റ്റിക്, ലിപ് ലൈനർ, ഐബ്രോ, ഐഷോഡോ പാലറ്റ്, ചന്ദനക്കുറി, കൊലുസ്, വള, മാല, കമ്മൽ, സാരി. എടാ, പെണ്ണിന്റെ അല്ല ചെയ്യേണ്ടത്, ആണിന്റെയാണ് ചെയ്യേണ്ടത് മേക്കപ്പ്. ആണോ? എന്നാലും മച്ചളാ ചന്ദനക്കുരി പൗഡർ പോരെ? 10,000 കയ്യിരിക്കത്തില്ലേ? അളിയാ, നിനക്ക് വല്ലതും? നീ സ്ഥലവും സന്ദർഭവും മാത്രം എടുത്ത് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും എടാ, ഇനി ഇവിടെ നിന്ന് എന്നാലും പറഞ്ഞിട്ടുണ്ടാ ചേട്ടൻ നിന്നെ കാണും, ആകെ പ്രശ്നവും. നീ വിട്ടോ. വിട്ടോ. 10,000 അളിയാ, എന്നാലും ശരിയാവോ? പോ. 2 ഞാൻ കേറിയ ഇല്ല 2 ഞാൻ ജയിച്ചു. അല്ല, ഒരു കളി മതി. നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? ഓ, നിങ്ങൾ അച്ഛൻ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ഫുഡ് കഴിക്കാനോ? ഞങ്ങൾ കഴിച്ചതാണല്ലോ. ചിലപ്പോ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ആണെങ്കിലോ? വെറൈറ്റി ഫുഡോ? എവിടുന്ന്? അപ്പുറത്തെ വീട്ടിലെ സിന്ധു ചേച്ചി കൊടുത്ത വല്ല വെറൈറ്റി ഫുഡും വേണോ? വേണ്ട, എന്റെ വയർ വെറുത്തിരിക്കും, എനിക്ക് മതി. എടാ, നീ പോയി കഴിക്കടാ, അല്ലെ സിന്ധു ചേച്ചിക്ക് വിഷമാവും. ഇല്ല, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞോളാം. കഴിച്ചെന്ന് പറയുന്നത് ഞാനാ നിന്റെ സ്ഥലം ഞാൻ കള്ളൊന്നും പറയത്തില്ലായിരുന്നു. കഴിച്ചില്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കള്ളം പറയാത്ത ഒരാളെ. ഓ, നീ കഴിക്കണ്ടെന്നാ? ഇയാളെ കഴിക്കണ്ട? ഞാൻ കഴിക്കുന്നില്ല. മക്കള് കഴിക്കും. മക്കളുടെ കൂട്ടുകാരൻ്റെ അമ്മയല്ലേ സിന്ധു ചേച്ചി? ഞാൻ അവൻ തമ്മിൽ ഇപ്പൊ മിണ്ടുന്നില്ല. ഇപ്പൊ 2 പേർക്കും വേണ്ട? ശരിക്കും വേണ്ട? കളി എന്റെ കളി പഠിക്കാനൊന്നുമില്ലേ? 2 പേർക്കും പഠിക്കാനൊന്നുമില്ലേ? പഠിച്ചോളാം. എടി, ഞാൻ നിന്റെ ചിറ്റപ്പനാണ്. അപ്പൊ എന്റെ കാലം എനിക്ക് തിരക്കണം. നിന്നിട്ട് ചിരിക്കാൻ ഞാൻ പറഞ്ഞില്ല. പഠിക്കാനൊന്നുമില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ പഠിച്ചോളാം. എവിടുന്ന് പഠിക്കും? ഞങ്ങള് പഠിച്ചത് കഴിഞ്ഞു. ഞങ്ങളിപ്പോ കളിക്കാം. വേണ്ട, ഇപ്പൊ കളിക്കണ്ട, പോയിരുന്ന് പഠി. പോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കളിക്കാനുള്ള സമയം. ഇനി കളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പോ. ഞങ്ങള് പോവാ. ശരി. ബാ, വേണ്ട. ശരി. പോ. ബുക്ക് എടുക്കണ്ട.
എന്തുവാ ഏ എന്തുവാ തപ്പുന്നേ? ഭയങ്കര വയറ് ഇറങ്ങുന്ന വെച്ച് എന്തുവാന്ന്? ഈ മാലയുടെ മുത്ത് ഇങ്ങോട്ട് ഉരുണ്ട് വന്ന എന്റെ കഴുത്തിൽ നിന്ന് മറ്റേ മുത്തുമാലയുടെ. ആറ് നിന്റെ? ഏ നീ അതിന് ഇന്നേ വരെ മുത്തുള്ള മാല ഇടുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. അരുണേഷിന്റെ മുത്തുമാല ഹാള് വെച്ച് പൊട്ടി അതിന്റെ ഒരു മുത്ത് ഉരുണ്ട് ഇങ്ങനെ വന്ന് ഇതിനകത്തോട്ട് കയറിയടി. ഉള്ളത് പറ, എന്തുവാ? ഏ എന്തുവാ തപ്പുന്നേ? ഉള്ളത് പറയാൻ. എടി ഒന്നും തപ്പത്തില്ല. ഒന്നും തപ്പുന്നില്ല അല്ലേ? ഇല്ല ഞാൻ തപ്പില്ല. കൈ കാണിക്കും. ഏ കൈ കാണിക്കും. കൈ അതാണ് നിന്റെ കൈ? അല്ല ഇത് കൈ പോക്കറ്റ് ഇതൊന്നുമില്ല. തിരി. ഇതെന്താ സെക്യൂരിറ്റി ചെക്ക് എന്റെ ചുമ്മാ ചോറിയല്ലേ അവിടെ ഒന്നും. എന്താ എന്ത് എന്താണ് ഞാൻ ചോദിക്കുന്നത്? എന്ത് കാര്യം പറയാൻ അങ്ങോട്ട്? ഒന്നും കാര്യമല്ലെന്ന്. എന്നാ പിന്നെ ഇറങ്ങി എന്റെ റൂമിൽ നിന്ന്. ഞാൻ ചെറിയ കാര്യങ്ങളായിട്ട് ഒരു കുറച്ച് കാര്യം നിന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാ. നീ ഇരിക്ക്, സംസാരിക്കാം നമുക്ക്. ഇരിക്ക്. ഞാൻ നിന്ന് ഡിസ്കസ് ചെയ്തോളാം. ഞാൻ നീ ഇവിടെ ഇരിക്ക്. കറക്റ്റ് ഞാൻ കാര്യം പറയട്ടെ കേളി. എന്തായാലും എന്റെ കല്യാണമൊക്കെ ഉടനെ വരുവാണല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ വരുമല്ലോ. എടാ കല്യാണം വരുന്നത് നിന്റെ കയ്യിൽ എവിടുന്നാടാ കാശ്? കല്യാണം വരുമ്പോഴത്തേക്കും കാശ് കയ്യിൽ നിന്ന് പോവാ ചെയ്യുന്നത്. ഓ അപ്പൊ നീ കാശ് തപ്പാൻ ഇറങ്ങിയതാ? അയ്യോ കാശ് തപ്പാൻ ഇറങ്ങിയൊന്നുമല്ല. ഉടനെ അതങ്ങ് എടുത്തിട്ട് നിന്റെ കാശ് എന്തിനാ എനിക്ക്? അയ്യോ എന്റെ കാശ് വേണ്ടാത്തൊരു മോൻ. എന്റെ പൊന്നെ അതൊന്നും അല്ല. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ഇറക്കി വിടുമ്പോഴത്തേക്ക് അതിന് കുറച്ച് സ്വർണവും കാശും ഒക്കെ കാണുമല്ലോ. സ്ത്രീധനം വാങ്ങിക്കാൻ പോകുന്ന നീ? എന്റെ പൊന്നു കിളി, ഞാൻ സ്ത്രീധനമൊന്നും വാങ്ങിക്കുന്നില്ല. അവരുടെ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടപ്രകാരം ആ പെണ്ണിന് കുറച്ച് സ്വർണവും പണമൊക്കെ കൊടുക്കത്തില്ലേ? മനസ്സിലാവല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? ഇപ്പൊ കൊടുക്കും. അപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പിറ്റേ ദിവസം ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ റൂമിൽ ഇരിക്കാം. അപ്പൊ നീ പെണ്ണ്, ഞാനാണേ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ അതന്നെ നീ ഇങ്ങനെ ഇരിക്കാന്നെ. അപ്പൊ ഞാൻ ചോദിക്കും എന്റെ ബിസിനസിന്റെ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിക്കും. അല്ല ഞാൻ പറഞ്ഞു വരട്ടെ, തീർത്തോട്ടെ. എന്റെ ബിസിനസിന്റെ കാര്യം പറ്റി അവളടുത്ത് സംസാരിക്കും. അപ്പൊ അവളടുത്ത് പറയും, അവളെൻ്റെ അടുത്ത് പറയും എല്ലാം സുമേഷ് ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന സ്വർണവും കാശും ഒക്കെ എനിക്ക് തരും. അപ്പൊ അവളടുത്ത് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ആ ബിസിനസ് ഐഡിയ ഒരു മേക്കപ്പ് ബ്യൂട്ടി പാർലർ തുടങ്ങുന്നതിനെ പറ്റിയാണ് ഞാനിങ്ങനെ കറങ്ങി കിരുതി വന്നത്. അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കേട്ടില്ലായിരുന്നേ. അപ്പൊ ബിസിനസ് നീ എന്ത് തുടങ്ങുന്നെന്ന്? ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു. ബ്യൂട്ടി പാർലർ? അപ്പൊ അങ്ങനത്തെ പരിപാടി. അപ്പൊ ഈ സാധാരണ വർക്കിനൊക്കെ എത്ര കിട്ടും? അതിപ്പം അത് ഓരോന്ന് ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മള് ആരെയാണ് ചെയ്യുന്നത്, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നൊക്കെ വെച്ചിട്ട് ഒരു റേറ്റ് കൂട്ടിയും കുറച്ചും അങ്ങനെയൊക്കെ വാങ്ങും. ജീവിച്ചു പോകണ്ടേ? അല്ല ഈ പ്രൊപ്പറേറ്റർ രീതിയിൽ ഞാനും കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ. വേണ്ട. അല്ല നമുക്ക് ഈ ഇതിന്റെ മേക്കപ്പിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റുമോ? അതിപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അല്ല അതെ പ്രൊപ്പറേറ്റർ രീതിയിൽ അതും അറിയണമല്ലോ. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, നീ അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ നീ എന്തായാലും അയച്ചാലേ ഞാനൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞത്, നമ്മൾ ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് കൊണ്ടുപോകത്തില്ലേ, മേക്കപ്പ് ബോക്സ്, അതിനൊക്കെ എത്ര രൂപ? ഒരു 40,000 50,000. പക്ഷെ അത് നിനക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അതിന്റെ കാര്യമില്ല. അപ്പൊ അത്രയൊക്കെ വരത്തുള്ളൂ. ഞാൻ ലിങ്ക് ഉണ്ടെന്ന് അയച്ചാൽ കേട്ടോ, വാട്സപ്പ് ചെയ്യണേ. ആലോചിച്ച് ഇവനിപ്പോ ഉള്ളതാണോ പറയണേ? സുമേ, സുമേ, അമ്മ സുമേനെ കണ്ടോ? അവൻ രാവിലെ പുറത്തോട്ട് പോയല്ലോ. അയ്യോ എനിക്ക് ഉറപ്പാ എന്റെ മേക്കപ്പ് ബോക്സ് അവൻ കട്ടോണ്ട് പോയി. എനിക്ക് പയ്യ എത്ര രൂപയുടെ സാധനമാണെന്ന് അറിയാവോ? ഞാൻ ഇവിടെ എല്ലാം തപ്പി കഷ്ടകാലത്തിലാണ് ഞാൻ എന്റെ മേക്കപ്പ് ബോക്സ് സുമ കട്ടോണ്ട് പോയ. അവൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നേ. അവൻ അരുണേഷിന്റെ കൂടെ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തു പോയതാ. അരുണേഷുമായിട്ടാ? അരുണേഷ് ഇന്നലെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നി അവന്മാർ തമ്മിൽ എന്തോ പ്ലാനിങ് നടത്തിയെന്ന്. എന്തോ മനുഷ്യ പറഞ്ഞു, എന്ത് പ്ലാനിങ്? പിന്നെ അല്ലാതെ എടി നിന്റെ ബോക്സ് അവന്മാര് കൊണ്ടുപോയി മറിച്ച് വിറ്റു. അയ്യോ എന്റെ മേക്കപ്പ് ബോക്സ് ഞാൻ എത്ര രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഞാൻ കരയിട്ടെന്ന് അവളെ വിഷമം അവള് കരഞ്ഞു തീർക്കട്ടെ. മക്കളെ ഉറക്ക സിന്ധു കേക്കുന്ന. ഓ അമ്മയ്ക്ക് അപ്പൊ സിന്ധു ചേച്ചി കേൾക്കുന്നില്ല. എന്റെ എത്ര രൂപയുടെ മേക്കപ്പ് ബോക്സ് അമ്മയുടെ പൊങ്ങ കട്ടോണ്ട് പോയെന്നറിയോ? എല്ലാരും കേൾക്കട്ടെ. നാട്ടുകാരെ ഈ സുമ കള്ളനാണ്. അയ്യോ അമ്മ ഒരു കാര്യം അമ്മ ഓർത്തോ, അമ്മയുടെ മോനെതിരെ ഞാൻ കേസ് കൊടുക്കും. അരിയാണെന്നൊന്നും ഞാൻ നോക്കട്ടെ. ആഹാ ഞാനേ ഒരു പോലീസുകാരന്റെ ഭാര്യ, ഞാൻ കേസ് കൊടുക്കും. എന്റെ പൊന്നു പിങ്കി, നമുക്ക് ആദ്യം എന്റെ സത്യാവസ്ഥ അറിയാം, എന്നിട്ട് നീ ശിവനോടൊക്കെ പറഞ്ഞാൽ മതി. അത് ശരി,
അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞപ്പോ നിനക്കൊരു വിശ്വാസം ഇല്ലല്ലേ? എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. നിങ്ങളെ കുത്തിത്തിരിപ്പിന് മിടുക്കണം. അയ്യോ, കുത്തിത്തിരിപ്പിക്കുന്ന ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്കല്ലെങ്കിൽ സുമേഷ് ഭയങ്കര പുന്നരിപ്പാണല്ലോ. ആണെന്നങ്ങ് വിചാരിച്ചു. എടി പിള്ളേരായാലേ തല്ലി വളർത്തണം, തല്ലി. അവൻ വളരുന്ന സമയത്ത് നിങ്ങൾ ചന്ദ്രനിലൊന്നും പോയിരിക്കലായിരുന്നല്ലോ. തല്ലി അങ്ങോട്ട് വളർത്തായിരുന്നില്ലേ? തല്ലുടി തല്ലും, അവയ്ക്ക് വരട്ടെ. എനിക്കിവിടെ ഒരുത്തരം പേടിയൊന്നും കേട്ടാ. ആഹാ, പേടിയില്ലല്ലേ? അങ്ങനെയാണ് ഞാൻ ഇപ്പൊ അമ്മയെ വിളിച്ചു പറയാൻ പോവാ. എന്തോന്ന് പറയാൻ പോണെന്ന്? അമ്മ പേടിയില്ലെന്ന് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ? എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ പേടിയില്ലെന്ന്? അയ്യോ കള്ളം, എടി കള്ളം, പച്ചക്കള്ളം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീയാണ് കള്ളി. നീ നിന്റെ വീട്ടുകാരാണ് കള്ളം പറഞ്ഞത്. എന്തിനാ എപ്പോഴും എന്റെ കുടുംബക്കാരെ പറയുന്ന മനുഷ്യ? കുടുംബക്കാർ മൊത്തം കള്ള കൂട്ടങ്ങളാടി. മനുഷ്യ ഒന്നുകൂടെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തോ നീ കള്ളം ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. കള്ളങ്ങളെന്ന് വെച്ചാൽ കള്ള കൂട്ടങ്ങളാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞു. പിന്നെ നീ പറഞ്ഞ് പഠിക്കടി. ഇപ്പൊ നിങ്ങൾക്ക് സിദ്ധിച്ചേച്ചി കേൾക്കുന്ന ഒരു പ്രശ്നവും ഇല്ലേ? അല്ല എന്റെ കാര്യത്തിന് ഇവിടെ ആരും ഇല്ലല്ലോ. ഓ, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ മനുഷ്യ? കള്ള കൂട്ടങ്ങള് വന്നിരിക്കുന്നു. അരുൺകുമാർ അതെ അതെ ചുള്ളനായിട്ടുണ്ട്. ആ ഫോണിങ് എടുത്തേ. ജസ്റ്റ് ഒരു സെക്കൻഡ് കേട്ടോ. ഇത് കാണിക്കല്ലേ? ഇത് ഓക്കെ ചേട്ടാ, ഈ ഫോട്ടോസ് ഓക്കെ അല്ലേ? അതേതോ ഇതൊക്കെ ഇത് പിടിക്കല്ലേ? ഇത് പിടിക്കാം. ആ ഇത് ഇതിൽ പ്രാർത്ഥിക്കണം. ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കണ്ടേ? അല്ലെ കൈവറയ്ക്കും. ഓക്കെ, തുടങ്ങാം അപ്പം നമുക്ക്. റെഡിയല്ലേ ചേട്ടൻ? അല്ല ചേട്ടൻ വേണേ ഒന്ന് ഉറങ്ങിക്കോ. നിങ്ങളെന്നെ ഉറക്കാനാണോ വന്നേ? അല്ല ഉറക്കാനല്ല വന്നേ, ഞാനൊരു പാട്ട് പാടുന്നേരം ചേട്ടൻ ഉറങ്ങിക്കോ. അല്ല പാട്ട് പാടല്ലേ? പാട്ടോടെ എനിക്ക് ഉറക്കം വരും. അല്ല ഉറങ്ങി എനിക്ക് പറ്റി നല്ല ഫ്രഷ് മനുഷ്യനാവും, സൂപ്പറാവും, കിടിലാവും. പാട്ട് വേണോ? പാട്ട് വേണം. ചേട്ടൻ കണ്ണടച്ചാണ്. ആരാരോ ആരിരാരോ അമ്പുലിക്കത്തേരിൽ വാരോ അത്തം പത്തായി. നിന്റെ കൈ എന്താ മോട്ടോറിൽ വിറയ്ക്കണ? മോട്ടോറിൽ വിറയ്ക്കണ? അത് എടേ ഇത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ്. സുമേ, നിനക്ക് വല്ലതും അറിയാമോ? എടാ എന്തുവാടാ എന്റെ ജോലി എന്റെ എത്തിക്സിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ അന്വേഷണം നീ ഒന്ന് അടിയൊന്നു വാങ്ങിച്ചു തരല്ലേ? അടിയൊന്നു. എടാ നിനക്ക് ഭിത്തിയിൽ പേരടിക്കാൻ അറിയാമോ? അറിയാം. അറിയാം. എങ്ങനെ അടിക്കുന്നത്? ഇങ്ങനെ അടിക്കും. എങ്ങനെ അടിക്കത്തില്ലേ? ഈ സിമെന്റ് തേച്ച ഭിത്തിയിൽ പേരടിക്കാൻ അറിയാമോ? അറിയാം. എങ്ങനെ അടിച്ചാണ്? ഇങ്ങനെ അടി. ഇങ്ങനെ അടിക്കണോ? അടി വേണ്ട. ഞാനൊരു പ്രശ്നം എടുക്കട്ടെ. കൊള്ളാം കേട്ടോ. കൊള്ളാല്ലേ? ഞാൻ ഇത്ര ഇങ്ങനെ പത്ത് വേണ്ട. പൂശല്ല പൂശല്ല. അടിയിലും തേക്കണ്ട. അടിയിൽ തേച്ചു ലിഫ്റ്റിക്ക ചേട്ടാ വീടിങ്ങല്ലേ? അല്ല ചീപ്പട ചീപ്പട ചീപ്പ് ചീപ്പട. ആരാ? വേണ്ട ചീപ്പട. ഈ ട്രിപ്പ് സിനിമ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നോക്കൂ, ഈ സുമേഷ് കാണിച്ചത് എങ്ങനെ? അതിനകത്ത് മേക്കപ്പ് മാനേ നമ്മുടെ ഒരു കമ്പനിക്കാരനാ. ഇതിപ്പോ റെഡിയാവും. ഡ്രിമ്മർ അങ്ങോട്ട് വെച്ചേ. വെക്ക്. നീ കണ്ണടച്ചേ. കണ്ണട കണ്ണട. എനിക്കൊരു ഒരു കുറച്ച് സെക്കൻഡ് ഒരു കുറച്ച് പരിപാടി ഉണ്ട്. കണ്ണടച്ചോ. കണ്ണടച്ചോ. പറയണേ. ആ പറയണ. കണ്ണ് തുറന്ന് നോക്കും മോനെ. തുറക്കട്ടാ? തുറക്കടാ. എടാ ഇതാണോ കല്യാണ ചെറുക്കൻ? ഇതന്നെ ഇതന്നെടാ. ഇതേ മേക്കപ്പ് ചെയ്ത കുറച്ച് കൂടി ഇല്ല, കറക്റ്റ് ആണ്, ഓക്കെയാണ്, സെറ്റാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടേ നീ ബാക്കി പൈസ എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാം. നീ എവിടെ പോണു? വീട്ടിലോട്ട് പോകുന്നു. ചെറുക്കൻ എണ്ണിച്ചിട്ട് നീ പോയാൽ മതി. ചെറുക്കൻ എണ്ണിച്ചിട്ട് പോയത് ഇത് ഭയങ്കര മേക്കപ്പ് ഹൗസ് ആണ്. എനിക്കിത് കൊണ്ടുപോകണം, കൊടുക്കണം. നോക്ക്, ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഞാൻ കൊണ്ടു കൊടുത്തോളാം.
അനേഷ് നീ എന്തിനാ അനേഷ് ഇങ്ങനെ പേടിക്കുന്നത്? എന്റെ പൊന്നളിയെ ഇവനെ കണ്ടിട്ട് എനിക്ക് പേടിയാവണം. എന്റെ പൊന്നെ അനേഷ് ഇങ്ങനെ നോന്ത ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിന്റെ വാക്കേട്ട എന്നെ അടിക്കണോടാ. നീ അല്ലേ വർക്ക് കൊണ്ടുവന്നത്? നീയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു നീ ഇവിടെ ഡീൽ ചെയ്താൽ മതി. എന്ത് എനിക്ക് ഭയങ്കര മേക്കപ്പ് ബോക്സ് കൊണ്ട് കൊടുക്കണം. ഒരു സെക്കൻഡ് കേട്ടോ, ചെറിയൊരു മാറ്റമുണ്ട്. എടാ ഇത് വലത്ത് സൈഡിൽ നിന്ന് കുത്തറ, ഞാൻ എടുത്ത് കുത്താം. എന്ത്? അല്ല വലത്ത് ഇടത്തും കുത്തി സ്ലൈഡ് കുത്തി കഴിഞ്ഞാൽ മുടി നേരെ ഇരിക്കും. ഇനി ഇതും കൂടി ഉള്ളൂ? അതുകൂടെ ഉള്ളു ഫിനിഷ് ആയി വർക്ക്. ചേട്ടൻ സമ്മതിക്കും. അനേഷ് മാമനെ കാണാൻ മാമൻ നീ അവന്റെ അടുത്ത് കൂട്ടുകൂടലെന്ന് പറഞ്ഞില്ലേടാ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലേ? നീ ഒന്നും ചെയ്തില്ലേ? ഇല്ല. കേട്ടാണ്ടോ മാമന് മാമ എവിടെയെങ്കിലും പോയി? അത്യാവശ്യ കാര്യമുണ്ട്. ഒരു അത്യാവശ്യ കാര്യം വേണ്ട. ഞാൻ പൊന്നു പോലെ നോക്കിക്കൊണ്ട് എന്തോന്നത്? സുമയോടെ സുമ എന്നെ ഒരു കുഴി ചാടിപ്പിച്ചിരിക്കുക. കുഴി ചാടിപ്പിച്ചാ? അവനോടെ? അവനെ എല്ലാരും കൂടെ കെട്ടിയിട്ടിരിക്കുക. കെട്ടിയിട്ടിരിക്കുന്ന എവിടെ? ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കില്ല, ഞാൻ മറന്നു പോകും. സുമേഷ് എവിടെയാണ്? നീ പറ, പെട്ടെന്ന് പറയണം അങ്ങോട്ട്. അതെ, എനിക്കൊരു ബ്യൂട്ടീഷ്യൻ വർക്ക് കിട്ടിയായിരുന്നു. അത് നമ്മളെ കിളിച്ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴേ സുമേഷ് പറഞ്ഞു സുമേഷ് മേക്കപ്പ് ചെയ്യാന്ന്. സുമേഷ് അങ്ങനെ മേക്കപ്പ് ചെയ്ത് ആ ചെറുക്കനെ കൊളാക്കി വെച്ചിരിക്കുക. അത് അവിടെ ഉണ്ട്, കല്യാണ വീട്ടില്. സുമേഷ് അവിടെ കെട്ടിയിട്ടിരിക്കണ്. നിങ്ങൾ ആരെങ്കിലും വന്നില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. ഈ ഇവനോളെല്ലാത്തിനും കാരണം അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. എന്റെ അനിയന് മോശമൊന്നുമില്ലല്ലോ. അവനവിടെ കെട്ടിയിട്ടിരിക്കുകയാണല്ലേ? കെട്ടിയിരിക്കുന്നു. മക്കളെ നീ ചെല്ല്, നീയാണ് ഇതിന് പറ്റിയാണ്. പോയി അവനെ വിളിച്ചോണ്ട്. ഞാൻ തന്നെ പറ്റിയത്. പക്ഷെ അച്ഛന്റെ എന്നാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയത്. അച്ഛൻ പോയി വിളിച്ചോണ്ട് വന്നാൽ. എടാ എനിക്ക് പോകാൻ പറ്റൂല, നീ ചെല്ല്. എന്നെ തല്ലിടുന്നിടത്തൊക്കെ ഞാൻ പോകണല്ലേ? അത് കൊള്ളാല്ല. എടാ എനിക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ പറഞ്ഞത്. നീ ചെല്ലടാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതെ, നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് കാര്യമില്ല. മേക്കപ്പ് അറിയാവുന്ന ആരെങ്കിലും വന്നിട്ടേ കാര്യമുള്ളൂ. ചേച്ചി വന്നിട്ട് ചേച്ചി ഞാൻ അവനെ രക്ഷിക്കാൻ ഒരടിയും കൂടെ അങ്ങോട്ട് തന്നാണല്ലോ. എടി മക്കളെ, നിന്റെ അനിയനെ ഒന്ന് ചെല്ല്. പിന്നെ എന്റെ അനിയനാണെന്ന് പറഞ്ഞ് അവൻ എന്റെ മേക്കപ്പ് ബോക്സ് എടുത്തോണ്ട് പോയപ്പോ തോന്നിയില്ലല്ലോ. ഞാൻ എന്റെ മേക്കപ്പ് ബോക്സ് എടുക്കാൻ പോകുന്നുണ്ട്. കൂടെ ചെല്ല്. ഞാൻ പോകുന്നില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോക്കോളാം. ബൈക്കോസേ നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ കൂടെ വരാം. നിന്നെ ഞാനുണ്ടല്ലോ. നീ ഇവിടെ കാണുമല്ലോ. ബൈക്കോസേ വരുന്നില്ലേ? എടാ നില്ലടാ, ഞാനും വരുന്നു. ചേട്ടാ ഒന്ന് അഴിച്ചുവിടേട്ടോ, ഉറുമ്പ് അടിക്കുന്നേട്ടോ. ചെറുക്കനെ കല്യാണം കഴിക്കാനുള്ള നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? അത് കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലോ. മേക്കപ്പ് കളയാൻ പറ്റുമോ? മേക്കപ്പ് കളയാൻ പറ്റത്തില്ല. മേക്കപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ മുഖം വികൃതമായി പോകും. കല്യാണം കഴിക്കാനോ? കല്യാണം കഴിക്കാൻ നല്ല രസമുണ്ട് കാണാൻ. അയ്യോ മക്കളെ, സുമേഷ് അയച്ചിടാൻ പറയാ. എടുക്കളി അയച്ചിടാൻ പറയടി. എന്തുവാടാ ഇതൊക്കെ? ചിരിക്കുന്നോ? വീട്ടിൽ കയറുമ്പോൾ നാളെ കളിയൊക്കെയാണോ? അയ്യോ ചേട്ടാ, അതല്ല, സോറി. അതെ, ആ ചെറുക്കനില്ലേ അവന്റെ അച്ഛനാണിത്, ഞാൻ ചേച്ചി. അതെ, ശരിക്കുള്ള ബ്യൂട്ടീഷ്യന്റെ മോളാ. ഇതേ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി. അല്ല പ്രാങ്ക് ആണെന്ന് പറഞ്ഞു. കോലം കണ്ടോ? അയ്യോ നിക്ക് നിക്ക് നിക്ക്, ശരിക്കും ഇത് പ്രാങ്ക് ആയിരുന്നു. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ചേട്ടനെ ഒരിക്കൽ സുന്ദരനാക്കി തരാം. ഓരോ സുന്ദരനാക്കി തരാം. ഞാൻ ചെയ്തു തരും ചേട്ടാ. പോവാ. ഇനി നിങ്ങൾ നമ്മളെ മറക്കൂലല്ലേ? മറക്കത്തില്ല. വാ ചേട്ടാ. ഇനിയുള്ള കല്യാണ വർക്കൊക്കെ നമുക്ക് കയറണേ. അത് നമുക്ക് തന്നെ തരത്തില്ലേ? അല്ലയോ, നമുക്ക് തന്നെ തരും. ഹലോ അരണേഷ്, അവര് വന്നിട്ടില്ല. വന്നാലേ പൈസ കിട്ടത്തുള്ളൂ. ചെറുക്ക വന്നിട്ട് പൈസ കിട്ടിട്ട് നിന്നെ വിളിക്കാന്ന്. ആടാ അവര് വന്ന് ഞാൻ വിളിക്കാം. അച്ഛാ, എന്റെ പൈസയുടെ കാര്യം, എന്റെ കമ്മീഷന്റെ കാര്യം. ഷെയർ. ഷെയർ
എടാ അവള് ഷെയർ തരുവടാ, അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. എന്തിനാ എടുക്കാൻ പോയി ഗൂഗിൾ പേ ചെയ്താ പോരെ? അല്ലല്ല, അവക്ക് നേരിട്ട് തരണമെന്നാ. എന്റെ പുന്നാര ചേച്ചിക്ക് എന്റെ അടുത്തുള്ള സ്നേഹം കണ്ടോ? ആ കണ്ട നീ അവളെ പെട്ടി എടുത്തോണ്ട് പോയിട്ട് അവക്ക് ഷെയർ തരണം തോന്നില്ലേ? അതാണ് അവളുടെ സ്നേഹം. അതെ അതെ. സത്യം പറഞ്ഞാലേ നീ അവളോട് കാണിച്ചു കൂട്ടി വെച്ചിട്ടെ 2 പെട തരാ വേണ്ടത്. അതെന്തിനാ എന്നെ പിടയ്ക്കുന്നത്? അവന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന്റെ കൂട്ടുകാരെ കെയർഫുൾ വർക്കൊക്കെ ഞാൻ ഒപ്പിച്ചെടുക്കുകയും ചെയ്യും. ആണോ? ഓ അത്രയൊക്കെ നീ ചെയ്യുമല്ലേ? അതെ വന്നല്ല. എടീ വൈക്കോസേ, ഇവ പറഞ്ഞോട്ടോ, ഇന്ന് പിടിച്ചതുപോലെ ഇനി ഒരുപാട് വർക്കൊക്കെ നിനക്ക് പിടിച്ചു തരാന്ന്. അയ്യോ ആണോ? താങ്ക്സ് എടാ. നീ നോക്കിയോ, നിനക്ക് ഇനി കൈ നിറയെ വർക്കുകളായിരിക്കും. ആണല്ലേ? നമ്മുടെ കയ്യിലേക്കോട്ട് കൊടുക്ക്. എന്റെ കമ്മീഷൻ ചെയ്തല്ലേ. അയ്യോ ചില്ലറയായിട്ട് വേണോ നോട്ടായിട്ട് വേണോ എങ്ങനെയാണ്? ആണല്ലേ? തരട്ടാ അച്ഛൻ കുറച്ചും കൂടെ നീ. ശരി. ഐശ്വര്യത്തിന് അച്ഛനെ ഞാൻ അനുഗ്രഹിക്കാണ്. മുടിയിലാന്ന് വെച്ചിരിക്കുന്ന പൈസ. അല്ല എനിക്ക് തല ചൊറിയുന്നു. തരുമെന്നല്ലേ? കണ്ണടച്ചോ? കണ്ണടച്ച് മേടിച്ചോ? മേടിച്ചോ? ഇനി ചെയ്യണോ? എന്നാ ചരടറ കൊടുക്കാൻ തന്നെ മേക്കപ്പ് ബോക്സ്. ഡാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ദാ, നിനക്കെന്താ ഇവിടെ? ഇങ്ങോട്ട് വാടാ. ചെയ്താ നീ? ഏ? ഇവിടെ വാടാ, ഇവിടെ വാടാ. നല്ല കൊടുക്കാൻ ഇനി ഇങ്ങനത്തെ വർക്ക് പിടിച്ചോണ്ട് വരുവാ. പിടിക്കത്തില്ല